ഹേ ഗായ്സ്! അപ്പോൾ നമ്മൾ ഇന്ന് ഡെയിലി വ്ലോഗ് ഡേ 2 ആണ് ട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ രാവിലെ തന്നെ എണീച്ചു. എണീച്ച് കഴിഞ്ഞ് രാവിലെ തന്നെ ദേ പുറത്തേക്കൊക്കെ നോക്കിയപ്പോൾ മഴ പെയ്തേക്കുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളിത് പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന്. അങ്ങനെ നമ്മളിത് പൊതിച്ചോറിന് വേണ്ട സാധനങ്ങളൊന്നും നമുക്ക് അധികം ഉണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ ഉള്ളത് വെച്ച് ഉണ്ടാക്കുകയാണ്. ആദ്യം തന്നെ നമ്മളിതേ ഒരു ചമ്മന്തിയൊക്കെ അങ്ങോട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മോരുണ്ടായിരുന്നു. അതും നമ്മൾ ജസ്റ്റ് ഒന്ന് മോര് കാച്ചിയിട്ടുണ്ട്. പിന്നെ നമ്മളിതേ ഈ കോവക്ക ഉണ്ടായിരുന്നു. അതും നമ്മൾ മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ദേ മുട്ടയും കൂടി വറുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ പിന്നെ അതൊക്കെ അറേഞ്ച് ചെയ്തു. അതൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ദേ ഇല വെട്ടാൻ പോയിട്ട് ഇല വെട്ടാൻ പോയതൊന്നും നമ്മൾ എടുത്തിട്ടില്ല. കാരണം ഇല വെട്ടാൻ അമ്മയെ പോയത്. സോ അതെടുക്കാൻ മറന്നുപോയി. അങ്ങനെ നമ്മൾ ഇലയൊക്കെ കൊണ്ടുവന്ന് ഇലയൊക്കെ വാട്ടി നമ്മൾ ചോറും ഇതെല്ലാം അതിന് അറേഞ്ച് ചെയ്ത് വെക്കാണ്ട്. എനിക്ക് അറേഞ്ച് ചെയ്ത് വെക്കാനൊന്നും കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ അമ്മ വയ്ക്കുന്ന കണ്ട് ചെറുതായിട്ടൊരു പരിചയമുണ്ട്. അപ്പോൾ അതുപോലെ ഏകദേശം ഐഡിയ പോലെ ഞാൻ വെച്ചിട്ടുണ്ട്. കറക്റ്റാണോന്നും അറിയില്ല. എന്നാലും നമ്മൾ കറക്റ്റാക്കി ഏകദേശം വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ വെച്ച് കഴിഞ്ഞ് നമ്മളെല്ലാം വെച്ച് കറികളൊക്കെ വെച്ച് നമ്മളത് പൊതിഞ്ഞു കേട്ടോ ഗൈസ്. അങ്ങനെ പൊതിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കഴിച്ചത് എടുക്കാനും മറന്നുപോയി ഗൈസ്. അങ്ങനെ നമ്മൾ പൊതിച്ചോറ് ഇതേ തുറന്നൊക്കെ കഴിഞ്ഞ് നല്ല ടേസ്റ്റും നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചിട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ കുറേ ദിവസമായി കുറച്ച് പപ്പായ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് കുറച്ചൊരു സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഒരു പപ്പായൊക്കെ എടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് അരയ്ക്കുക. ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് അതിലോട്ട് കുറച്ച് മിൽക്കും കൂടി ആഡ് ചെയ്ത് തേക്കുക കേട്ടോ. നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് വൈറ്റൻ ആവാനൊക്കെ സഹായിക്കും. അപ്പോൾ ഞാനത് ഇടയ്ക്ക് ചെയ്യാറുണ്ട്. നമ്മൾ ടാൻ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഗൈസ്. അങ്ങനെ ഞാൻ കുറച്ച് ടൈം അതൊക്കെ എടുത്ത് ഇടയ്ക്ക് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ സ്കിൻ കെയറും ചെയ്തു. അങ്ങനെ കുറച്ച് ടൈം അതൊക്കെ പറ്റി കുറച്ച് ടൈം അങ്ങനെ അത് നോക്കിയിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ അത് ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്തിരുന്നു. ഉണങ്ങി കഴിഞ്ഞിട്ടത് വാഷ് ഔട്ട് ചെയ്യുക കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ ഫേസ് ഗ്ലോ ആവാനും ഒക്കെ സഹായിക്കുന്ന ഒരു വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ ആണ് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം മഴയൊക്കെ കണ്ടുകൊണ്ടിരുന്നു ഗൈസ്. മഴയൊക്കെ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴാണ് അമ്മ വൈകുന്നേരത്തേക്ക് അട ഉണ്ടാക്കുന്നു ഗൈസ്. അപ്പം നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ അട ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ കുറച്ച് ടൈം ഇങ്ങനെ അടയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് അടയിലിടുന്ന മറ്റേ ശർക്കരയും തേങ്ങയും ഇല്ലേ, അത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ അത് ഉണ്ടാക്കുന്നത് നോക്കിയാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ അതൊക്കെ ഉണ്ടാക്കി അതൊക്കെ കുറച്ച് കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് അമ്മ ഇല വെട്ടാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മ ഇല വെട്ടാനൊക്കെ പോയി കഴിഞ്ഞ് ഇലയൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. ഇതിന് അമ്മ അടയ്ക്ക് പരത്തുകയാണ് കേട്ടോ. അങ്ങനെ അടയൊക്കെ പരത്തി അതിലോട്ട് അങ്ങനെ അതൊക്കെ വെച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ പരത്തണം കുറച്ച് നേരം അതൊക്കെ നോക്കിയിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ അടയും അടുപ്പത്ത് വെച്ച് അടയും വെന്തു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും നല്ല മഴ പെയ്തു ഗൈസ്. അങ്ങനെ വൈകുന്നേരം നമ്മൾ അടയും ചായയൊക്കെ കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് രാത്രിയായപ്പോൾ ചോറ്